കണ്ട കണ്ട ഈൻ്റെ ഇല ഇങ്ങനെ പൊട്ടിച്ചിട്ട് അതിൻ്റെ അകത്തുനിന്ന് വരുന്ന ജെല്ലില്ലേ മുറിഞ്ഞെടുത്ത് തേച്ചാൽ വേഗം ഉണങ്ങും. മഴക്കാലൊക്കെ അല്ലേ, ഏടെങ്കിലും തട്ടിയും തടഞ്ഞ് മുറിവൊക്കെ ഉണ്ടായാൽ അതുണങ്ങാൻ വലിയ പാടായിരിക്കും അല്ലേ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത് അതിനുള്ളൊരു പരിഹാരമാണ്. നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ അത്യാവശ്യമായിട്ട് വേണ്ട ഒരു ചെടീനെ പറ്റിയിട്ടാണ് ഞാൻ പറയാൻ പോകുന്നത്. ചെടീൻ്റെ പേര് മുറികൂട്ടി. പേര് പോലെ തന്നെയാണ് കാര്യവും. മുറിവ് കൂട്ടി യോജിപ്പിക്കുന്ന അല്ലെങ്കിൽ മുറിവ് ഒട്ടിക്കുന്ന ഒരു ഔഷധ സസ്യമാണ് ഇത്. എനിക്കും ഇതിനെപ്പറ്റി വലിയ അറിവൊന്നും ഉണ്ടായിട്ടില്ല. ഇതിനിടയ്ക്ക് ഭാര്യ വീട്ടിൽ പോയപ്പോൾ ആടത്തെ പറമ്പിൽ നടക്കാൻ ഇറങ്ങി. അങ്ങനെ ആടുന്ന് മുള്ളുവള്ളി തട്ടി മുറിഞ്ഞപ്പോൾ ഓളമ്മയാണ് ഇങ്ങനൊരു ചെടീനെ പരിചയപ്പെടുത്തി തന്നത്. അപ്പം പിന്നെ വിചാരിച്ചു അത് നിങ്ങൾക്കും കൂടി പറഞ്ഞുതരാം. സംഭവം കാണാൻ നമ്മുടെ കറമോസില്ലേ, പപ്പായ മരം, അതേപോലെ ഉണ്ടാവും. പക്ഷേ അത്ര വലുതായിരിക്കൂല, കുറച്ച് ചെറുത്. ഇതിൻ്റെ ഇലയും കറമോസിൻ്റെ ഇല പോലെ തന്നെയാണ് കാണാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ ഇലയിലാണ് നമ്മുടെ മരുന്നുണ്ടാവുക. ഇതിൻ്റെ ഇലയൊന്ന് മുറിച്ചാൽ ആ ഇലേൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ലിക്വിഡ് വരും. ഒരു ജെല്ല് പോലെ അത്യാവശ്യം കൊഴുപ്പുള്ളൊരു ലിക്വിഡാണത്. അതെടുത്ത് മുറിവിൽ തേക്കണം. വേറൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് തേച്ച് വെച്ചാൽ മതി. മുറിവ് വേഗം ഉണങ്ങിക്കോളും. പലതരത്തിലുള്ള മുറിവൂട്ടികൾ നമ്മുടെ പ്രകൃതിയിലുണ്ട്. അതിലൊന്നാണിത്. നേരത്തെ പറഞ്ഞ പോലെ കാണാൻ കറമോസിൻ്റെ ഇല പോലെ തന്നെ ഉണ്ടെങ്കിലും ഇതിൽ നല്ല നിറമുള്ള പൂക്കളും കായ്ക്കളും ഉണ്ടാവാറുണ്ട്. ഈ കായ ഉണങ്ങിയിട്ടാണ് ഇതിൻ്റെ വിത്ത് ഉണ്ടാവുക. എന്തായാലും അത്യാവശ്യമുള്ളൊരു മരുന്ന് കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് നമ്മുടെ പറമ്പിൽ തുളസിയും പനിക്കൂർക്കലും ഒക്കെ നട്ടുപിടിപ്പിക്കുന്ന കൂട്ടത്തിൽ ഇങ്ങനൊരു മുറിവൂട്ടി കൂടി ഉണ്ടെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നോക്കിയാവും. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ മുറിവിൻ്റെ ആഴവും വലിപ്പവും എല്ലാം നോക്കിയിട്ട് വേണം ഇങ്ങനെയുള്ള എന്ത് കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട്. ഡോക്ടറെ കാണിക്കേണ്ട കാര്യമാണെങ്കിൽ എന്തായാലും ഡോക്ടറെ തന്നെ കാണിക്കണം. ഇതിപ്പോൾ ഞാൻ അനുഭവിച്ചറിഞ്ഞൊരു കാര്യമായതുകൊണ്ടാണ് നിങ്ങളോട് ഇത് പറഞ്ഞു തന്നത്. അപ്പോൾ ഓക്കെ, ശരി, ബൈ.